KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പുണ്യനഗരങ്ങളിലേക്ക് തീർത്ഥാടക പ്രവാഹം. ഹജ്ജിന് ഇനി 5 നാൾ. മാസപ്പിറവി ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബലിപെരുന്നാൾ വെള്ളിയാഴ്ച. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പിനും ഹജ്ജ് യാത്രയ്ക്കും നാളെ സമാപനം. വിമാനത്താവളത്തിലെ നാടകീയ രംഗങ്ങൾ. യാത്രക്കാർക്കെതിരെ കേസെടുക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി. കൊച്ചി മെട്രോ നിർമ്മാണ കരാർ DMRC പുറത്തയക്കും. നെഞ്ചുറപ്പുണ്ടോ നേരിന്റെ പക്ഷത്തു നിൽക്കാൻ SSF മെമ്പർഷിപ്പ് ദിനം ഇന്ന്. വാർത്തകൾ വിശദമായി. അബുദാബി കൊച്ചി എയർ ഇന്ത്യ വിമാനം തിരുവനന്തപുരത്ത് ഇറക്കിയത് പ്രതിഷേധത്തിനിടയാക്കി. യാത്ര തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ കോക്പിറ്റിൽ കയറിയതോടെ സ്ഥിതി കൂടുതൽ വഷളായി. ചിലർ വിമാനം റാഞ്ചാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച് പൈലറ്റ് അധികൃതർക്ക് അടിയന്തര സന്ദേശമയച്ചു. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനം വളഞ്ഞു. എന്നാൽ പിന്നീട് സ്ഥിതിഗതികൾ ശാന്തമായി. വിമാനത്താവള അധികൃതർ അടിയന്തര യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തി. വിമാനത്തിനുള്ളിൽ നടന്നത് റാഞ്ചൽ ശ്രമം അല്ലെന്നും യാത്രക്കാർക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്നും അറിയിച്ചു. തങ്ങൾ കോക്പിറ്റിൽ കയറിയിട്ടില്ലെന്നും പൈലറ്റ് പുറത്തുവന്നപ്പോൾ വാക്ക് തർക്കമുണ്ടാവുകയായിരുന്നെന്നും യാത്രക്കാർ പറഞ്ഞു. ഇന്ന് രാവിലെ 6:40 കൊച്ചിയിൽ ഇറങ്ങേണ്ട അബുദാബി കൊച്ചി എയർ ഇന്ത്യ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. മോശം കാലാവസ്ഥ കാരണമാണ് പൈലറ്റ് വിമാനം കൊച്ചിയിൽ ഇറക്കിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് പൈലറ്റ് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചെന്ന് യാത്രക്കാർ പറയുന്നു. യാത്രക്കാർക്ക് ഭക്ഷണമോ വെള്ളമോ നൽകാൻ തയ്യാറായില്ലെന്നും പരാതിയുണ്ട്. പ്രശ്നത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സർക്കാർ ഇടപെട്ടു. DGPയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി യാത്രക്കാരിൽ നിന്ന് സ്വാഭാവിക പ്രതിഷേധം മാത്രമാണുണ്ടായതെന്ന് വിലയിരുത്തുകയും വിമാനം കൊച്ചിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്തു. 2:45 വിമാനം കൊച്ചിയിലെത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് DGP പറഞ്ഞു. അതേസമയം 165 യാത്രക്കാരുമായി കൊച്ചിയിൽ വിമാനമെത്തിയപ്പോൾ 6 യാത്രക്കാരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞുവച്ചു. ഇതിൽ പ്രതിഷേധിച്ച് മറ്റ് യാത്രക്കാർ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തുകടക്കാൻ തയ്യാറായില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ കൊച്ചിയിലെത്തേണ്ട 3:50 കൊച്ചിയിലെത്തേണ്ട വിമാനമാണ് ഉച്ചയ്ക്ക് 2:45 എത്തിയിരിക്കുന്നത്. അതിനിടെ യാത്രക്കാർക്കെതിരെ കേസെടുക്കില്ലെന്നും വിമാന അധികൃതർക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കാമെന്നും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ബലിപെരുന്നാൾ 26 വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് ഖാദിമാർ അറിയിച്ചു. ചൊവ്വാഴ്ച മാസപ്പിറവി കാണാത്തതിനാൽ വ്യാഴാഴ്ച ദുൽഹജ്ജ് 1 ബലിപെരുന്നാൾ 27 ശനിയാഴ്ചയാണെന്നുമാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പരപ്പനങ്ങാടി, തെനാളൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ചൊവ്വാഴ്ച മാസപ്പിറവി കണ്ടതിനാൽ ബുധനാഴ്ച ദുൽഹജ്ജ് 1 ഇത് പ്രകാരം വെള്ളിയാഴ്ച പെരുന്നാളാണെന്നുമാണ് ഖാദിമാർ അറിയിച്ചത്. മാസപ്പിറവി ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ 26 വെള്ളിയാഴ്ചയായിരിക്കുമെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KV ഇമ്പിച്ചമ്മദ് ഹാജി, മുഹമ്മദ് കോയത്തങ്ങൾ, ജമലുല്ലേലി, മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തൃശൂർ ഖാദിമാരുടെ പ്രതിനിധികളായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, ഹബീബ് ബുഖാരി, കണ്ണൂർ, പാലക്കാട് സംയുക്ത മഹല്ല് ജമാഅത്ത് ഖാദിമാരായ KP ഹംസ മുസ്ലിയാർ, N അലി മുസ്ലിയാർ, തലശ്ശേരി ഖാദി KP മുഹമ്മദ് മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. മുസ്ലിം ജീവനക്കാർക്ക് ബലിപെരുന്നാൾ പ്രമാണിച്ച് ഒക്ടോബറിലെ ശമ്പളം ഈ മാസം 19 മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി KM മാണി അറിയിച്ചു. മുമ്പ് 2009 ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ശമ്പളം നേരത്തെ നൽകിയത്. മുസ്ലിങ്ങളിൽ താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം നേരത്തെ നൽകും.
കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ സംരംഭമായ കൊച്ചി മെട്രോ റെയിൽ നിർമ്മാണ കരാറിൽ നിന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പുറത്താകാനുള്ള സാധ്യത ഏറി. കൊച്ചി മെട്രോ ഡയറക്ടർ ബോർഡിന്റെ ഇന്ന് ചേർന്ന നിർണായക യോഗമാണ് നിർമ്മാണ കരാർ ആർക്ക് നൽകണമെന്നത് സംബന്ധിച്ച തീരുമാനം നീട്ടിവെച്ച് പിരിഞ്ഞത്. അതേസമയം കൊച്ചി മെട്രോ സംബന്ധിച്ച നിലവിലുണ്ടാക്കിയ പദ്ധതി വിശദമായി പരിഷ്കരിക്കാനും യോഗം തീരുമാനമെടുത്തു. ഇതിനിടെ ചുമതല DMRCക്ക് നൽകണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം കേരളത്തിൽ നിന്നുള്ള ബോർഡ് അംഗങ്ങൾ യോഗത്തിൽ അറിയിച്ചതായി സംസ്ഥാന ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പറഞ്ഞു. അന്തിമ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഡൽഹിയിൽ നടക്കുന്ന DMRC ഡയറക്ടർ ബോർഡ് യോഗം അവരുടെ തീരുമാനം അറിയിച്ച ശേഷം നിർമ്മാണ കരാർ ആർക്ക് നൽകണമെന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും ജയകുമാർ പറഞ്ഞു. അതേസമയം കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണ ചുമതല DMRCക്ക് തന്നെ നൽകുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ മറികടക്കാൻ കഴിയുമെന്നും കേന്ദ്രത്തിൽ ഇതിനായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മെട്രോ പദ്ധതി DMRCക്ക് തന്നെ നൽകാൻ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. ഇന്ന് ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്നും തീരുമാനമെടുത്തിരുന്നു. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ കൃഷിമന്ത്രി KP മോഹനനും TV രാജേഷ് MLAയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും തോണി മറിഞ്ഞ് വെള്ളത്തിൽ വീണു. 7-ാം കോട്ട് മണലിൽ ഇന്നലെ രാവിലെ 9:30 സംഭവം. കൈപ്പാട് നെല്ലിനങ്ങളുടെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി തോണിയിൽ നിന്നുകൊണ്ട് കൊയ്യാൻ ശ്രമിക്കുമ്പോൾ മറിഞ്ഞു വീഴുകയായിരുന്നു. കൈപ്പാട് നിലത്ത് മുട്ടോളം വെള്ളമാണ് ഉണ്ടായിരുന്നത്. വെള്ളത്തിൽ വീണ മന്ത്രി പിന്നീട് വെള്ളത്തിലും ചെളിയിലും നിന്നുകൊണ്ട് തന്നെ നെല്ല് കൊയ്തു. പരിപാടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിക്കും MLAക്കും പുറമെ 7-ാം പഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ, കാർഷിക ഗവേഷകയായ ഡോക്ടർ T വനജ തുടങ്ങിയവരടക്കം 9ഓളം പേരാണ് വെള്ളത്തിൽ വീണത്. ഇവരിൽ പലരുടെയും മൊബൈൽ ഫോണുകളും മറ്റും നഷ്ടപ്പെട്ടു. പരിധിയിൽ കവിഞ്ഞ ആളുകൾ കയറിയതാണ് തോണി മറിയാനിടയായത്. പുതിയ അനുഭവമായിരുന്നു ഇതെന്ന് പിന്നീട് ഇതേക്കുറിച്ച് മന്ത്രിയുടെ കമന്റ്. ഔദ്യോഗിക വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരു വസ്ത്രം ധരിച്ചാണ് മന്ത്രി യാത്ര തുടർന്നത്. 7-ാം ഗ്രാമപഞ്ചായത്തും കേരള കാർഷിക സർവകലാശാലയും സംയുക്തമായാണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. കേസിലിരിക്കുന്ന മുന്നിയൂർ ചിനക്കൽ ജമാഅത്ത് പള്ളിയുടെ ഹൗള് ചേളാരി വിഭാഗം മണ്ണിട്ട് നികത്തിയതായി പരാതി. തർക്കത്തെ തുടർന്ന് ഇരുവിഭാഗത്തെയും ജില്ലാ കലക്ടർ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇരുവിഭാഗത്തിന്റെയും രേഖകൾ കലക്ടർ പഠിക്കുന്നതുവരെ നിലവിലുള്ള അവസ്ഥ തുടരണമെന്നും നിർദ്ദേശിച്ചതാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് കോടതി ഉത്തരവുമുണ്ട്. എന്നാൽ ഇത് മറികടന്നാണ് ചേളാരി വിഭാഗം പള്ളിയിലെ ഹൗള് മണ്ണിട്ട് തൂർത്തത്. ഇതേ തുടർന്ന് വഖഫ് ട്രിബ്യൂണൽ അഡ്വക്കേറ്റ് കമ്മീഷണർ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഹൗള് തൂർത്തതായി ഇദ്ദേഹത്തിന്റെയും റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതി ഉത്തരവ് മറച്ചുവെച്ച് ചേളാരി വിഭാഗം വഖഫ് ബോർഡിൽ നിന്ന് ഉത്തരവ് വാങ്ങിയതിനെതിരെ മദ്രസ ഭാരവാഹിയായ ചക്കിപ്പറമ്പത്ത് അബ്ദുറഷീദ് കേരള വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ SSF SYS പ്രവർത്തകർ ശേഖരിച്ച പുതുവസ്ത്രങ്ങൾ ആസാം മുസ്ലിം ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, മുസ്ലിം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ആസാമിൽ ദുരിതമനുഭവിക്കുന്ന പാവങ്ങൾക്ക് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ സുന്നി സംഘടനകളുടെ വസ്ത്രശേഖരണത്തിന് ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. പ്രത്യേകം റിസർവ് ചെയ്ത വാഗണുകളിൽ 3 ഘട്ടമായി അയച്ച വസ്ത്രങ്ങളാണ് ഗുവാഹത്തിയിൽ എത്തുന്നത്. സുന്നി സംഘടനകളുടെ കീഴിൽ നടന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ടമാണ് വസ്ത്ര വിതരണം. ഇന്നു മുതൽ കൊക്രജാർ, ദുബ്രി, ബിജ്നി, ചിരാങ്തു തുടങ്ങിയ സ്ഥലങ്ങളിലെ 100ഓളം ക്യാമ്പുകളിൽ SSF ദേശീയ കൌൺസിൽ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വസ്ത്രം വിതരണം ചെയ്യും. ഈ മാസം 13-ന് തിരുവനന്തപുരം ഗുവാഹത്തി ട്രെയിനിൽ സ്പെഷ്യൽ ബ്ലൂ പാർസൽ ബോഗിയിലാണ് 25 ടൺ വസ്ത്രം എത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നടത്തുന്ന സ്വീകരണ ചടങ്ങിൽ ദേശീയ കൌൺസിൽ അംഗങ്ങളായ ഹാഫിൽ ഉസ്മാൻ, അബ്ദുറഷീദ് സഖാഫി മെരുവമ്പായി, ബഷീർ നിസാമി, മുഹമ്മദ് കുഞ്ഞി നൂറാനി, ബഷീർ നൂറാനി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചു. ഹജ്ജ് വാർത്തകൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പിനും ഹജ്ജ് യാത്രയ്ക്കും നാളെ സമാപനം കുറിക്കും. കഴിഞ്ഞ 5-നാണ് ക്യാമ്പിന് തുടക്കമായത്.
6 മുതൽ ഹജ്ജ് യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഇന്നലെ വരെ 3874 പുരുഷന്മാരും 3923 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടെ 7802 ഹാജിമാർ വിശുദ്ധ ഭൂമിയിലെത്തി. ഇന്നലെ 4 വിമാനങ്ങളിലായി 982 ഹാജിമാരാണ് പുറപ്പെട്ടത്. ഇന്ന് 2 വിമാനങ്ങളിലായി 550 ഹാജിമാർ യാത്ര പുറപ്പെട്ടു. നാളെ 2 വിമാനങ്ങളിലായി 500 ഹാജിമാരും യാത്ര തിരിക്കും. മാഹിയിൽ നിന്നുള്ള 70 ഹാജിമാരും ഇവരിൽ ഉൾപ്പെടും. ഹജ്ജ് ക്യാമ്പ് സമാപിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കിയായിട്ടും കോൺഗ്രസ് മന്ത്രിമാരും മുസ്ലിം ലീഗിലെ മന്ത്രി മഞ്ഞളാംകുഴി അലി ഉൾപ്പെടെയുള്ളവരും ജില്ലയിലെ തന്നെ ഭരണപ്രതിപക്ഷത്തെ പല MLA-മാരും ഹജ്ജ് ക്യാമ്പ് സന്ദർശിക്കാൻ എത്തിയിട്ടില്ല. മന്ത്രി അനിൽകുമാർ കരിപ്പൂരിൽ വിമാനം ഫ്ളാഗ് ഓഫ് ചടങ്ങിനെത്തിയിരുന്നെങ്കിലും ക്യാമ്പ് സന്ദർശിക്കുകയുണ്ടായില്ല. നവംബർ 16 മുതൽ 30 വരെ ദിവസങ്ങളിലായിരിക്കും ഹാജിമാരുടെ മടക്കയാത്ര. ആദ്യ വിമാനം ഉച്ചയ്ക്ക് 1 മണിക്ക് കരിപ്പൂരിലെത്തും. ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിനായി പുണ്യനഗരങ്ങളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കയിലും മദീനയിലുമായി എത്തിയ തീർത്ഥാടകരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെയും മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് വിമാനത്താവളത്തിലെയും ഹജ്ജ് ടെർമിനലുകൾ തീർത്ഥാടകരെ വരവേൽക്കാൻ ദിവസം മുഴുവൻ സജീവമാണ്. വിവിധ രാജ്യങ്ങളിലെ ഹജ്ജ് മിഷനുകൾ അതാത് രാജ്യങ്ങളിലെ തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനും യാത്രാരേഖകൾ ശരിയാക്കി കൊടുക്കുന്നതിനും സർവസജ്ജമായി സേവന നിരതമാണ്. ഈ മാസം 24-നാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുക. യൗമു തർവിയ ദുൽഹജ്ജ് 8 അന്നാണ്. ഹജ്ജിലെ സുപ്രധാന കർമ്മമായ അറഫ സംഗമത്തിന് മുന്നോടിയായി മിനായിൽ തമ്പടിക്കുന്ന ദിവസമാണ് യൗമു തർവിയ. 5 നേരത്തെ നിസ്കാരം മിനായിൽ വെച്ച് നിർവഹിച്ച ശേഷമായിരിക്കും ഹാജിമാർ അറഫയിലേക്ക് നീങ്ങുക. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ നിന്ന് ഈ വർഷം 10,000 പേർ മാത്രമാണ് ഹജ്ജിനായി എത്തിയത്. ജോർദാൻ, ലബനാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ അയൽ രാജ്യങ്ങൾ വഴിയാണ് അവർ ഹജ്ജിനെത്തുന്നത്. ഇന്ത്യയിൽ നിന്നെത്തിയ തീർത്ഥാടകരിൽ 54 പേർ ഇതുവരെ മരിച്ചതായാണ് കണക്ക്. ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വിവിധ ഏജൻസികളും മന്ത്രാലയങ്ങളും അറിയിച്ചു. സൗദി റെഡ് ക്രസന്റിന് കീഴിലെ 6 എയർ ആംബുലൻസുകളുടെ സേവനം ഈ വർഷം ഹജ്ജിന് പ്രയോജനപ്പെടുത്തുന്നു. പൈലറ്റുമാരും ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരുമടക്കം 97 പേരാണ് എയർ ആംബുലൻസുകളിൽ സേവനം അനുഷ്ഠിക്കുന്നത്. ഹജ്ജ് വേളയിൽ സുരക്ഷാ നിരീക്ഷണ ഹെലികോപ്റ്റർ സേവനത്തിന് പൈലറ്റുമാരും ടെക്നീഷ്യന്മാരുമായി 360 പേർ രംഗത്തുണ്ടാകും. 19 ഹെലികോപ്റ്ററുകൾ പറത്തുന്നതിനാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. അഗ്നിശമനം, രക്ഷാപ്രവർത്തനം തുടങ്ങിയ അടിയന്തര പ്രവർത്തികളിൽ വിദഗ്ധരാണ് ഇവരെന്ന് സുരക്ഷാ വിമാനത്തലവൻ കേണൽ മുഹമ്മദ് അൽ ഹറബി പറഞ്ഞു. അന്തിമൊരുക്കങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നതിന് ഹജ്ജിന്റെ ചുമതല കൂടിയുള്ള സൗദി ആഭ്യന്തരമന്ത്രി നാളെ മിന, അറഫ, മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPB-യെ പ്രതീക്ഷിക്കുന്നു. ധർമ്മവിളക്കു തെളിച്ചു വരുന്നൊരു സംഗമിതാ തിങ്കളിതാ, കർമ്മമുതിർത്തു കനൽ പദമിൽ ജയവേറിയിടും സംഗമിതാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ധീരവിപ്ലവ കൈകൾ കോർക്കൂ, നേര് തേടും സോദരരെ. പോരിടങ്ങളുണർന്നു കഴിഞ്ഞു വീരരാം പോരാളികളെ. നെഞ്ചുറപ്പുണ്ടോ നേരിന്റെ പക്ഷത്തു നിൽക്കാൻ എന്ന ശീർഷകത്തിൽ നടക്കുന്ന SSF ഇലക്ഷൻ ക്യാമ്പയിനിൽ ഇന്ന് മെമ്പർഷിപ്പ് ദിനമായി ആചരിക്കും. ധർമ്മപക്ഷ പോരാട്ട വഴിയിൽ സംഘടനയുടെ പതാകയേന്താൻ സന്നദ്ധരായ 10,000 ഇന്ന് യൂണിറ്റുകളിൽ അംഗങ്ങളായി ചേരും. 40ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പമാണ് 21ാമത് സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്.
22 സംസ്ഥാനങ്ങളിൽ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടക്കുന്നുവെന്ന സവിശേഷതയും ഇത്തവണയുണ്ട്. കൂടുതൽ ഗ്രാമങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും സംഘടനയുടെ സന്ദേശം എത്തിക്കുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ദേശീയ തലത്തിൽ കരുത്തുറ്റ സംഘടനാ സംവിധാനം രൂപപ്പെടുത്തുന്നതിന് രാജ്യത്തെ 6 സോണുകളായി തിരിച്ചാണ് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇലക്ഷൻ പദ്ധതികൾ വിശദീകരിക്കുന്നതിന് സംസ്ഥാനതലത്തിലും ജില്ലാ ഡിവിഷൻ കേന്ദ്രങ്ങളിലും ശില്പശാലകൾ സംഘടിപ്പിച്ചിരുന്നു. മെമ്പർഷിപ്പ് ദിനത്തിന്റെ ഭാഗമായി യൂണിറ്റുകളിൽ പ്രകടനവും പ്രവർത്തക സംഗമവും നടക്കും. സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫിയുടെ സന്ദേശ പ്രഭാഷണത്തിനു ശേഷം പ്രവർത്തകർ പ്രതിജ്ഞയെടുത്ത് അംഗത്വത്തിനുള്ള അപേക്ഷയിൽ പേര് ചേർക്കും. നവംബർ ആദ്യവാരത്തോടെ യൂണിറ്റ് പുനഃസംഘടന പൂർത്തീകരിക്കും. തുടർന്ന് സെക്ടർ, ഡിവിഷൻ, ജില്ലാ തലങ്ങളിൽ പ്രതിനിധി സമ്മേളനങ്ങൾ നടക്കും. 2013 ജനുവരി 18, 19, 20 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തോടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ സമാപിക്കും. കോഴിക്കോട് പുതിയറ യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തകരെ അംഗങ്ങളായി ചേർത്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് NM സ്വാദിഖ് സഖാഫി മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജനറൽ സെക്രട്ടറി K. അബ്ദുൽ കലാം മാവൂർ, സംസ്ഥാന സമിതി അംഗം CM നൌഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. മടവൂർ CM വലുല്ലാഹി മെമ്മോറിയൽ സെന്റർ ദ്വൈമാസ ദിക്ർ ഹൽക്ക ഇന്ന് വൈകിട്ട് 7 മണിക്ക് CM സെന്റർ മടവൂർ ഷെരീഫിൽ നടക്കും. സയ്യിദ് മുഹ്സിൻ സഖാഫി അവേലം, സയ്യിദ് സക്കരിയ ബുഖാരി, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് കുറ്റ്യാടി, കാപ്പാട് ഉമർ മുസ്ലിയാർ, TK അബ്ദുറഹ്മാൻ ബാക്കവി തുടങ്ങിയവർ സംബന്ധിക്കും. പ്രമുഖ പണ്ഡിതരും സൂഫിവര്യരുമായ പെരുമുഖം MKM കോയ മുസ്ലിയാരുടെ 7ാമത് ആണ്ട് നേർച്ചയും മതപ്രഭാഷണവും അതിവിപുലമായി കൊടുവള്ളി കരിറ്റിപ്പറമ്പിൽ സംഘടിപ്പിച്ചു. കേരളത്തിനകത്തും പുറത്തും നിരവധി ശിഷ്യഗണങ്ങളുള്ള MKM കോയ മുസ്ലിയാർ ഏറ്റവും കൂടുതൽ ദർസ് സേവനം നടത്തിയത് കരിറ്റിപ്പറമ്പ് ജുമാ മസ്ജിദിലായിരുന്നു. കരിറ്റിപ്പറമ്പിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ UK അബ്ദുൽ മജീദ് മുസ്ലിയാർ ദിക്ർ മജ്ലിസിന് നേതൃത്വം നൽകി. വർഷം തോറും ആയിരങ്ങളാണ് മജ്ലിസിൽ പങ്കെടുക്കുന്നത്. ഒമാനൂർ ശുഹദ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി 5 ദിവസങ്ങളിലായി ഒമാനൂർ ശുഹദ നഗറിൽ നടക്കുന്ന ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം ഊർജ്ജ ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നാളെ നടക്കുന്ന പ്രഭാഷണവേദിയിൽ മുഹീദ്ദീൻ സാദി കൊട്ടുക്കര പ്രഭാഷണം നടത്തും. തൗഹീദ് അജഞ്ചലമാണ് എന്ന പ്രമേയത്തിൽ നടക്കുന്ന SYS ആദർശ ക്യാമ്പയിൻ, സുന്നി വോയിസ് ക്യാമ്പയിൻ എന്നിവയുടെ മേഖലാതല പദ്ധതി പഠനം ഇന്ന് മലപ്പുറം ജില്ലയിലെ 10 കേന്ദ്രങ്ങളിൽ നടക്കും. മേഖലാ പ്രവർത്തക സമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ഭാരവാഹികൾ, യൂണിറ്റ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നിവർ പങ്കെടുക്കും. നെഞ്ചുറപ്പുണ്ടോ നേരിന്റെ പക്ഷത്തു നിൽക്കാൻ എന്ന ശീർഷകത്തിൽ നടക്കുന്ന SSF മെമ്പർഷിപ്പ് ദിനം ഇന്ന് മലപ്പുറം ജില്ലയിലെ 1245 യൂണിറ്റുകളിൽ നടക്കും. അടുത്ത വർഷത്തേക്കുള്ള ധർമ്മവിപ്ലവ ധ്വജവാഹകരായി 1.5 ലക്ഷം പേർ അംഗങ്ങളാകും. യൂണിറ്റ് കമ്മിറ്റികൾ തയ്യാറാക്കിയ സാധ്യതാ ലിസ്റ്റ് പ്രകാരം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അംഗത്വ പ്രവേശനം നടത്തും. പ്രകടനം, പ്രതിജ്ഞ, സംഘടന, പ്രസിഡന്റിന്റെ സന്ദേശ പ്രഭാഷണം എന്നിവയും മെമ്പർഷിപ്പ് ദിനത്തിന്റെ ഭാഗമായി നടക്കും. വിവിധ യൂണിറ്റുകളിൽ ജില്ലാ, ഡിവിഷൻ, സെക്ടർ ഭാരവാഹികൾ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. നരിക്കുനി ബൈത്തുലിസ CM വലുല്ലാഹി സ്മാരക ദർസിൽ മോയിജുസ് സുന്ന സ്റ്റുഡൻസ് അസോസിയേഷൻ സമാജം ആരംഭിച്ചു. TA മുഹമ്മദ് ഹസനി ഉദ്ഘാടനം ചെയ്തു. മുദരിസ് ഷംസുദ്ദീൻ സഖാഫി അധ്യക്ഷനായിരുന്നു. P അബ്ദുൽ ഖാദർ ഹാജി, C അബ്ദുറഹ്മാൻ മാസ്റ്റർ, TK സിദ്ദീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. കഅബ ഷരീഫിന് പുതുപ്പിക്കാനുള്ള കിസ്വ ഇരു ഹറമുകളുടെയും സൂക്ഷിപ്പുകാരൻ ഷേഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസ് കഅബയുടെ മുഖ്യവാതിൽ താക്കോൽ സൂക്ഷിപ്പുകാരൻ അബ്ദുൽ ഖാദർ അൽ ഷൈബിക്ക് കൈമാറി. എല്ലാ വർഷവും നടക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായാണ് ഈ വർഷവും കൈമാറ്റം നടന്നത്. ഈ മാസം 25-നാണ് കഅബക്ക് കിസ്വ പുതുപ്പിക്കുക. കറുത്ത വർണ്ണത്തിൽ പ്രകൃതിദത്ത പട്ടിലാണ് കിസ്വ നിർമ്മിച്ചിരിക്കുന്നത്. കിസ്വയുടെ ബെൽറ്റ് സ്വർണം പൂശിയ വെള്ളി നാരുകൾ കൊണ്ടാണ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത്. കിസ്വ നിർമ്മിക്കുന്ന മക്കയിലെ പ്രത്യേക ഫാക്ടറി ഉമ്മുൽ ജൂദിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. മക്കയിൽ ഫാക്ടറി ആരംഭിക്കുന്നതിന് മുമ്പ് ഈജിപ്തിലായിരുന്നു കിസ്വ നിർമ്മിച്ചിരുന്നത്. 15 നൂറ്റാണ്ടുകളായി ഷൈബ കുടുംബമാണ് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാർ. കഅബയുടെ അറ്റകുറ്റപ്പണികൾ, കഅബ അടക്കലും തുറക്കലും ശുചീകരണം എന്നിവ ഈ കുടുംബത്തിൽ നിക്ഷിപ്തമാണ്.
ICF കുവൈത്ത് കുർത്തുബ ബ്രാഞ്ച് സംഘടിപ്പിക്കുന്ന ദിക്ർ മജ്ലിസ് ഇന്ന് മഗ്രിബ് നിസ്കാരാനന്തരം കുവൈത്ത് സിറ്റി ഷാലിമാർ കോംപ്ലക്സിൽ വെച്ച് നടക്കും. അലവി സഖാഫി കൊളത്തൂർ മുഖ്യ പ്രഭാഷണം നടത്തും. സയ്യിദ് അബ്ദുള്ള ബുഖാരി, കോയ സഖാഫി മുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇനി KMIC ന്യൂസ് സ്പെഷ്യലിൽ ഫേസ്ബുക്ക് വഴി മുലപ്പാൽ കച്ചവടവുമായി പാശ്ചാത്യ അമ്മമാർ. പൊൻപണമുണ്ടോ ഭൂമിയിൽ വിലയിടാതനുഭൂതിയൊന്നുണ്ടോ? ആത്മാഭിമാനത്തിൻ കമ്പോള വിലയെന്തോ? കപടം കലർന്നിടാ ധനസ്രോതസ്സൊന്നുണ്ടോ? സൃഷ്ടാവിൻ പ്രജകൾ നാം. മുലപ്പാൽ വിൽപ്പനയ്ക്കെന്ന പരസ്യവുമായി ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ അമേരിക്കൻ ബ്രിട്ടീഷ് അമ്മമാരുടെ പുതിയ കമ്മ്യൂണിറ്റി ശ്രദ്ധേയമാകുന്നു. പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ആഗ്രഹമാണത്രേ ഇതിന് പിന്നിൽ. ശുദ്ധമായ മുലപ്പാൽ ഏതു വയസ്സിലുള്ള കുട്ടിക്കും പറ്റുന്ന മുലപ്പാൽ എന്നീ പരസ്യവാചകങ്ങളാണ് മാർക്കറ്റിംഗിനായി ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റൊന്നുമില്ലെന്നും ഇത് തീർത്തും വ്യക്തിഗതമായ താൽപര്യങ്ങളിലുള്ള കച്ചവടമാണെന്നും പരസ്യം നൽകിയിരിക്കുന്ന വെബ്സൈറ്റുകളും പ്രതികരിച്ചു. എന്തായാലും സംഭവം ആശങ്ക ജനിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിവാദവുമായിരിക്കുകയാണ്. എസ്സെക്സിലും ന്യൂകാസിലുമുള്ള അമ്മമാരാണ് തങ്ങളുടെ മുലപ്പാൽ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിരിക്കുന്നത്. ഒരു ഔൺസ് പാലിന് $2 വിലയിട്ടിരിക്കുന്നത്. കുട്ടികൾക്ക് മുലപ്പാൽ നൽകുന്നതിൽ സ്ത്രീകൾ മടി കാണിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രിട്ടനിലും അമേരിക്കയിലും മിൽക്ക് ബാങ്ക് എന്ന നിയമപരമായ സജ്ജീകരണങ്ങൾ തന്നെ നിലവിലുണ്ട്. അടുത്തുള്ള ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സാക്ഷ്യപത്രവുമായി ചെന്നാൽ മുലപ്പാൽ വാങ്ങിവരാം. എന്നാൽ പുതിയ കച്ചവടം വഴിയുള്ള പാൽ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടാൻ കാരണമായേക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എയ്ഡ്സ് അടക്കമുള്ള രോഗങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ്. എന്തിനും വലുതായി മാതാവിൽ നിന്നുമുള്ള ആദ്യ ഭക്ഷണം ലഭിക്കുകയെന്ന ഒരു കുട്ടിയുടെ പ്രകൃതിയായുള്ള അവകാശമാണ് നഷ്ടപ്പെടുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുണ്യനഗരങ്ങളിലേക്ക് തീർത്ഥാടക പ്രവാഹം. ഹജ്ജിന് ഇനി 5 നാൾ. മാസപ്പിറവി ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ബലിപെരുന്നാൾ വെള്ളിയാഴ്ച. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പിനും ഹജ്ജ് യാത്രയ്ക്കും നാളെ സമാപനം. വിമാനത്താവളത്തിലെ നാടകീയ രംഗങ്ങൾ യാത്രക്കാർക്കെതിരെ കേസെടുക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി. കൊച്ചി മെട്രോ നിർമ്മാണ കരാർ DMRC പുറത്തയക്കും. നെഞ്ചുറപ്പുണ്ടോ നേരിന്റെ പക്ഷത്തു നിൽക്കാൻ SSF മെമ്പർഷിപ്പ് ദിനം ഇന്ന്. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.